കേസ് അങ്ങനെ മുഹമ്മദൻ ISLന്റെ ചരിത്രത്തിലെ അവരുടെ ആദ്യത്തെ വിജയം സ്വന്തമാക്കുന്നു. അതും കരുത്തരായിട്ടുള്ള ചെന്നൈയിൻ എഫ്സിക്കെതിരെയാണ് ആ ഒരു വിജയം സ്വന്തമാക്കുന്നത്. 1-0 എന്ന നിലയിൽ ചെന്നൈയിൻ എഫ്സിയുടെ ആദ്യത്തെ ഹോം മത്സരം കൂടിയായിരുന്നു. ആ ഒരു മത്സരത്തിൽ ഒരു എവേ മത്സരത്തിൽ മുഹമ്മദനെ സംബന്ധിച്ചിടത്തോളം ആദ്യ വിജയം സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മത്സരത്തിലും നല്ല പ്രകടനം തന്നെയാണ് മുഹമ്മദൻ നടത്തിയതെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു മത്സരം വിജയിക്കേണ്ടിയിരുന്ന മത്സരമായിരുന്നു, എസ്പെഷ്യലി ലാസ്റ്റ് ഗോവയ്ക്കെതിരെ. അത് അവസാനമാണ് ഡ്രോ ആയിപ്പോയത്. അതുപോലെ തന്നെ ആദ്യത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെ മികച്ച പ്രകടനം നടത്തി. പക്ഷേ അവസാന മിനിറ്റുകളിലാണ് ആ ഒരു മത്സരം പറഞ്ഞ പോലെ തോൽവിയിലേക്ക് പോയത്. എന്നാൽ ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞ 2 മത്സരത്തിൽ കണ്ട മുഹമ്മദിനെ അല്ല കണ്ടതെന്നുള്ളതാണ് പ്രത്യേകിച്ച് ആദ്യ മിനിറ്റുകളിൽ എനിക്ക് തോന്നിയത്. കാരണം കുറച്ചും കൂടി ഒരു ഡിഫെൻസീവ്, കാരണം ആ സാധാരണഗതിയിൽ വരുന്ന അറ്റാക്കിംഗ് ഇൻറ്റൻസിറ്റി ഒന്നും കാര്യങ്ങളും മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ ചെന്നൈയിൻ്റെ അറ്റാക്സ് ആയിരുന്നു ബാക്ക് ടു ബാക്ക് നടന്നുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് 30 മിനിറ്റുകൾ കഴിഞ്ഞിട്ടാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഷോട്ട് തന്നെ വരുന്നത് മുഹമ്മദിൻ്റെ ഭാഗത്തുനിന്ന്. അത് അവരുടെ ഡിഫൻസിലൊരു മിസ്റ്റേക്ക്, ഗോൾ കീപ്പറേയും കബളിപ്പിച്ചുകൊണ്ട് ഗോമസ് അടിച്ചതാണ്. പക്ഷേ അത് പോസ്റ്റിലിടിച്ച് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ചെന്നൈൻ്റെ അറ്റാക്സ് ഇങ്ങനെ നിരന്തരം വരുന്നു, അവർക്ക് ഗോളുകൾ വരാത്തൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു ചെന്നൈൻ്റെ ഒരു അറ്റാക്ക് നടക്കുന്നൊരു സമയത്താണ് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് മൂവ് വരുന്നത്. അവിടെ ദിംബുയയുടെ ഒരു മിസ്റ്റേക്ക്, ഒരു പാസ്, അലസമായിട്ടുള്ളൊരു പാസ് സംഭവിക്കും. കൃത്യമായിട്ടത് സമീക് മിത്രയെ ലക്ഷ്യമാക്കി അല്ല പോയത്. അവിടെ കൃത്യമായിട്ട് ഫനായി ഉണ്ടായിരുന്നു, താരം ഗോളടിച്ചു. അങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഗോള് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. സോ അങ്ങനെ ആദ്യ പകുതി അവസാനിച്ച് 2ാം പകുതിയിലേക്ക് വന്നപ്പോഴത്തേക്കും മുഹമ്മദിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഷോട്ട്സ് കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെന്നൈയിൻ എഫ് സി ഈ മത്സരത്തിൽ ഉടനീളം അറ്റാക്കിംഗ് വേസ് ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് 22ഓളം ഷോട്ടുകളാണ് ഈ ഒരു മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി ഉയർത്തത്. പക്ഷേ അതിൽ നിന്നൊരു ഗോള് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളത് ചെന്നൈയിൻ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവർക്ക് ആ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടു എന്നുള്ളതിന് നമുക്കൊരു ഉത്തരമായിട്ട് തന്നെ പറയാവുന്നതാണ്. ഒരുപാട് അവസരങ്ങൾ പിന്നീട് 90 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് അവസരങ്ങൾ അവരെ തേടി എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ ഒരു പെനാൽറ്റി ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സോ അത് അവർക്ക് കൊടുത്തിട്ടില്ല. അതിനുശേഷം മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പെനാൽറ്റി ഇടുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ദിൻബുയയുടെ ഒരു മിസ്സാണ്. കാരണം അദ്ദേഹം ഒരു മിസ്റ്റേക്ക് വരുത്തി മൻസോക്കി ബോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദിൻബുയയ്ക്ക് നിർബന്ധിതമായിട്ട് ഫൗൾ ചെയ്യേണ്ടി വന്നു. പക്ഷേ പെനാൽറ്റി മൻസോക്കി പുറത്തേക്ക് അടിച്ച് കളഞ്ഞതുകൊണ്ട് അവരുടെ ഒരു ലീഡ് 2-1 ഉയർത്താൻ സാധിച്ചില്ല. 1-0 എന്ന നിലയിൽ തന്നെ പോയി എന്നുള്ളതാണ്. സോ അങ്ങനെ ഈ ഒരു മത്സരത്തിൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെന്നൈയിൻ എഫ് സിയുടെ ഭാഗത്തുനിന്ന് അറ്റാക്കിംഗ് വൈസ് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ ഗോൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഡിഫെൻസീവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ റയാൻ എഡ്വേർഡ്സ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അതുപോലെ ദിംബുയയുടെ 2 മിസ്റ്റേക്സ്, പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട്. അത് ഒന്ന് പെനാൽറ്റി മിസ്സായി, അല്ലെങ്കിൽ 2 ഗോളും ദിൻബുയ കാരണമാണ് വന്നതെന്ന് പറയേണ്ടി വന്നേനെ. അതുപോലെ ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദിൻ്റെ ഡിഫൻസ് ഈ മത്സരത്തിൽ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. അതൊന്നും പറയാനില്ല. എസ്പെഷ്യലി ഗൗരവ് ബോറ എന്ന് പറയുന്ന ഇന്ത്യൻ താരം, അദ്ദേഹം ഒരു ഇടക്കാലത്തൊന്ന് മങ്ങിപ്പോയിരുന്നു. പക്ഷേ അദ്ദേഹം ISL ഒരു മത്സരത്തിൽ ഒരു സൂപ്പർ പെർഫോമൻസ് മുഹമ്മദിന് വേണ്ടി ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചു. ഗോൾ ലൈൻ സേവുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ. അങ്ങനെ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെയാണ് മുഹമ്മദിൻ്റെ ഡിഫൻസ് ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ മൊത്തത്തിൽ ചെന്നൈയിൻ എഫ് സി ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചു. പക്ഷേ ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. മുഹമ്മദ് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു, കിട്ടിയൊരവസരം ഗോളാക്കി ആ ഒരു 3 പോയിൻറ്റ്സുമായിട്ട് അവർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ആകത്തുക എന്നുള്ളതാണ്. മാത്രമല്ല ISLന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വിജയവും മുഹമ്മദിന് സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ്റ്റർ മറ്റോ സനിയ.